നമസ്കാരം. നാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം 100 ധ്യാനങ്ങൾ. ധ്യാതാവ് ഗുരു നിത്യചൈതന്യയതി. ധ്യാനം 83. ഉടയുമിരിക്കും ഉദിക്കും ഒന്നു മാറിത്തുടരും, ഇതിങ്ങുടലിൻ സ്വഭാവമാകും. മുടിയിലിരുന്നറിയുന്നു മൂന്നുമാത്മാവിടരറുമൊന്നിതു നിർവികാരമാകും. ആത്മസാക്ഷാത്കാരമാണ് നമ്മുടെ ലക്ഷ്യം. അത് ഈ ശരീരത്തിലിരുന്നു കൊണ്ട് തന്നെ സാധിക്കേണ്ടതാണ്. മനുഷ്യൻ എന്നും പ്രാർത്ഥിക്കുന്നത് അസത്യത്തിൽ നിന്നും സത്യത്തിലേക്കും, ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്കും, മരണത്തിൽ നിന്നും നിത്യതയിലേക്കും പോകുവാനുള്ള അറിവ് ലഭിക്കുന്നതിനു വേണ്ടിയാണ്. ഈ ശരീരം ഇരുളിലും നാശത്തിലും നിമഗ്നമായിരിക്കുകയാണ്. ചോരത്തിളപ്പുള്ള ഒരു യുവാവിനെയോ യുവതിയെയോ നോക്കുമ്പോൾ അവരുടെ ശരീരം ഏതിനും പോരുമെന്ന് തോന്നും. കാഴ്ചയിൽ ഏത് ശരീരവും സുഘടിതമായ ഒരു ഏകകമാണെങ്കിലും അതിൻ്റെ രചനയിൽ കോടാനുകോടി അർദ്ധസ്വതന്ത്രമായ കോശങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അവയ്ക്ക് ഓരോന്നിനും പ്രത്യേകമായ ഉണ്ടാകലും ഇരിക്കലും ഉടയലും ഉണ്ട്. ഒരു കോശം നശിക്കുമ്പോൾ അതിൻ്റെ സ്ഥാനത്ത് വേറൊരു കോശം വന്ന് നേരത്തെ ഉണ്ടായിരുന്ന കോശത്തിൻ്റെ ജോലി ഏറ്റെടുക്കുന്നു. ഈ പ്രക്രിയ ഊനമില്ലാതെ നടക്കുന്നത്രയും കാലം ആശങ്കയ്ക്ക് വഴിയില്ല. എന്നാൽ ഇത് അവിരാമമായി തുടരുന്ന ഒരു പദ്ധതിയല്ല. കുറെ കഴിയുമ്പോൾ ക്ഷീണിച്ച കോശങ്ങൾക്ക് ശേമുഷി തിരികെ കിട്ടാതെ വരുന്നു. നശിച്ചു പോയതിനു പകരം പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നില്ല. ആ സ്ഥിതിയിലെത്തുമ്പോഴേക്കും ശരീരം അവശമായി തുടങ്ങും. മരുന്നും മന്ത്രവും ഒന്നും പിന്നെ ഫലിക്കുകയില്ല. എന്തിന്? മരണം കടന്നു വന്ന് ഐഹിക ജീവിതത്തിന് വിരാമമിടുന്നു. ഭൂമിയിലെ ജൈവപ്രവാഹത്തിൽ രാസോർജങ്ങൾക്കുണ്ടാകുന്ന ഒരു വികാരമാണ് ശരീരം എന്നു പറയുന്നത്. അതിനെ പ്രകൃതി നിയമങ്ങൾ പൂർണ്ണമായി ഭരിക്കുന്നു. പ്രകൃതിക്ക് 2 നിയമാവലികളുണ്ട്. ഒന്ന് ഹ്രസ്വകാല പദ്ധതി, അതായത് ഒരു കോശത്തിൽ ആരംഭിക്കുന്ന ജീവിയെ ബഹുകോശിയാക്കി അതിൻ്റെ വളർച്ചയുടെ പൂർണിമയിലെത്തുമ്പോൾ ആ ജീവിയുടെ സാരസംഗ്രഹത്തെ വീണ്ടും ഒരു ഏകകോശിയിലേക്ക് ആവാഹിച്ചു കൊണ്ടുവന്ന് വർഗവർദ്ധനവിന് സൗകര്യം നൽകുക. ജീവി ആ പദ്ധതിയിൽ സഹകരിച്ചാലും ഇല്ലെങ്കിലും ഒരു കാലയളവ് കഴിയുമ്പോൾ ആ ശരീരം ഉടച്ചു കളയുക. ഇതാണ് ആ പദ്ധതിയിലെ ഒന്നാമത്തെ ഇനം. രണ്ടാമത്തേത് ദീർഘകാല നൈരന്തര്യമുള്ളതാണ്. അതായത് സന്തത്യുത്പാദനത്തിൽ കൂടി ഒരു വർഗത്തെ മുറിയാതെ തലമുറകളായി കൊണ്ടുപോവുകയും കാലദേശങ്ങളോട് ഇണങ്ങിപ്പോകത്തക്കവണ്ണം ഓരോ ജീവിവർഗത്തെയും കൂടുതൽ കൂടുതൽ പര്യാപ്തതയുള്ളതാക്കി തീർക്കുകയും ചെയ്യുക. മാതാപിതാക്കൾ അന്തരിക്കുമ്പോഴേക്കും അവർ ചെയ്തിരുന്നതെല്ലാം അവരുടെ സന്താനങ്ങൾ ഏറ്റെടുത്ത് ലോകവ്യവഹാരം അന്യൂനമായി തുടർന്നു കൊണ്ടുപോകുവാൻ ഈ പദ്ധതി ഇടയാക്കുന്നു. ഈ 2 പദ്ധതികളിലും സമാനമായിട്ടുള്ള പ്രക്രിയകൾ ജനനവും വളർച്ചയും വർധനവുമാണ്. ജനനത്തിൻ്റെ രഹസ്യം നോക്കുമ്പോൾ ഒരു ജീവിയിൽ നിന്നേ വേറൊരു ജീവി ഉണ്ടാകുന്നുള്ളൂ.
ജീവൻ തുടർച്ചയുള്ള ഒരു പ്രതിഭാസമാണ്. അതെവിടെ തുടങ്ങി എന്ന് പറയുവാൻ ശാസ്ത്രജ്ഞന്മാർ നന്നേ ബുദ്ധിമുട്ടുന്നുണ്ട്. ഓരോ ശരീരത്തിലും ഇരുന്ന് ത്രസിക്കുന്ന ജീവന് വിരാമമുണ്ട്. എന്നാൽ സന്തത്യുൽപാദനത്തിൽ കൂടി ജൈവപ്രവാഹം തുടർന്നു പോകുന്നുമുണ്ട്. ശരീരത്തിൻ്റെ പോഷണത്തിനും നിലനിൽപ്പിനുമായി പ്രകൃതി ഇണക്കിയിരിക്കുന്ന സാമ്പത്തിക ഭദ്രത ഒന്നിനെ മറ്റൊന്ന് ആഹാരമാക്കിക്കൊള്ളുക എന്നതാണ്. എല്ലാം അന്നവുമാണ്, അന്നാദവുമാണ്. ജീവശാസ്ത്രജ്ഞന്മാർ മാനിച്ചു പോരുന്ന പ്രകൃതിയിൽ മനുഷ്യന്റെ കലയ്ക്കും സാഹിത്യത്തിനും ധാർമ്മിക മൂല്യങ്ങൾക്കും ഒന്നും വലിയ സ്ഥാനമില്ല. അവയെല്ലാം ഏറെക്കുറെ ഉപരിപ്ലവവും ആനുഷംഗികവുമാണ്. എന്നാൽ അതുമാത്രമല്ല ഒരേ ഒരു പ്രകൃതി. അരണിയിൽ അഗ്നി ഒളിച്ചിരിക്കുന്നത് പോലെ ജീവസഞ്ചയങ്ങളുടെ ചേതനയിൽ കൂടി വെളിവാകുന്ന അതീവ ശ്രേഷ്ഠമായ വേറൊരു പ്രകൃതിയുണ്ട്. അത് അനാത്മവസ്തുവിനെ അറിയുവാനും അന്യോന്യം അറിയിക്കുവാനും കഴിയുന്ന മേധാവൈഭവമാണ്. സ്ഥൂലപ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങളെയെല്ലാം സാംഖ്യികമായ സൂക്ഷ്മതത്വങ്ങളായി ഗ്രഹിക്കുവാനും ഭാഷ മുതലായ ഉപാധികൾ ഉണ്ടാക്കി ആ അറിവിനെ സമഷ്ടിയുടെ ജ്ഞാനഭണ്ഡാകാരമാക്കാനും കഴിയുന്ന ആ അറിവിൻ്റെ ഉണ്മയെയും ഉടമയെയും ആത്മതത്വമായി മനസ്സിലാക്കണം. കുശവൻ മണ്ണെടുത്ത് ഒരു തരത്തിൽ രൂപം കൊടുക്കുമ്പോൾ അത് കലമാകുന്നു. അതേ മണ്ണിനെ തന്നെ വേറൊരു തരത്തിൽ മെനയുമ്പോൾ അത് ചട്ടിയാകുന്നു. കലവും ചട്ടിയും എല്ലാം കളിമണ്ണിൻ്റെ വികാരങ്ങളാണ്. എന്നാൽ ഈ വികാരങ്ങൾ കാണപ്പെടുമ്പോഴും കളിമണ്ണ് മണ്ണായി തന്നെ ഇരിക്കുന്നു. ആ സത്ത നിർവികാരമാണ്. അതുപോലെ എല്ലാ നാമരൂപാദികളുടെയും ഉപാധിഭേദത്തിനപ്പുറത്ത് മാറ്റമൊന്നുമില്ലാത്ത അറിവ് വിലാസം ചെയ്യുന്നുണ്ട്. ആ അറിവിനോട് ഐക്യത ഉണ്ടാക്കുന്നതാണ് സാക്ഷാത്കാരം. നിത്യത പ്രാപിക്കുന്നത് ശരീരത്തെ എന്നേക്കുമായി സംരക്ഷിച്ചുകൊണ്ടല്ല, പിന്നെയോ ഈ പ്രപഞ്ചവിധാനീയതയുടെ അന്തഃസത്തയായിരിക്കുന്ന അറിവ് തന്നെയാണ് താൻ എന്ന് ഉണർന്ന് അറിയുകയാലാണ്. ആ അറിവ് വികാരമറ്റതാണ്. വ്യാസഭഗവാൻ 1,00,000 ശ്ലോകങ്ങളിൽ കൂടി 1000 ഉപാഖ്യാനങ്ങളുള്ള മഹാഭാരതം രചിച്ചു. 100 പേരെയും പാണ്ഡവന്മാരെയും ഭാരതയുദ്ധത്തെയും കൃഷ്ണനെയും എല്ലാം അവതരിപ്പിക്കുമ്പോഴും ആ പ്രതിഭ ഒരേ ഒരു വെളിച്ചം മാത്രമേ ആയിരിക്കുന്നുള്ളൂ. ഹൃദയഹാരിയായ ആ കൽപ്പനകളിൽ രസിക്കുന്ന മനസ്സ് 100 വികാരങ്ങൾക്ക് അടിമപ്പെടുന്നു. കഥയുടെ കഥയില്ലായ്മ അറിയാതെ ദുഃഖിക്കുകയും ഭയപ്പെടുകയും രസിക്കുകയും രോമാഞ്ചം കൊള്ളുകയും എല്ലാം ചെയ്യുന്നു. എല്ലാം ആകവേ അറിഞ്ഞാൽ മൗനമന്ദഹാസം തൂകി സകലതും മനോമാത്രമെന്ന് പറഞ്ഞ് ആത്മാവിൽ തന്നെ നിത്യസംതൃപ്തനായി ശാന്തിയെ പ്രാപിക്കും.